ഹലോ, ഇന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5-6 എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് വെണ്ടക്ക കട്ട് ചെയ്താണ്. അപ്പോൾ വെണ്ടക്കയുടെ അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണ് കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇനി അതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുള്ളൂ. വെണ്ടക്കയിലേക്കൊന്ന് പിടിക്കാൻ മാത്രമുള്ള ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടക്ക നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടക്കയിലെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി വെണ്ടക്ക നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. ഇനി ഇത് വെണ്ടക്ക അരപ്പ് ചേർത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ വെണ്ടക്ക നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെണ്ടയ്ക്കൊക്കെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിതിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ട് വേണ്ടതുണ്ടെങ്കിൽ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യണം. അധികം തിളപ്പിച്ചെടുക്കരുത്, കാരണം കറി പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്